തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി കല്ലറ ഇന്ന് പൊളിക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിശോധിച്ച ശേഷം കല്ലറ പൊളിക്കുന്ന നടപടികളിലേക്ക് കടക്കുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് ദിവസം നീണ്ടുപോയി കഴിഞ്ഞാൽ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഈ പരിശോധന ഫലം എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ചില ആളുകൾ, ചില വിദഗ്ധന്മാർ ഉത്കണ്ഠ രേഖപ്പെടുന്നുണ്ട്. എന്തായാലും നെയ്യാറ്റിൻകരയിൽ നിന്ന് അജീഷ് ജയകുമാർ തത്സമയം ചേരുകയാണ്. അജീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ അജീഷ്. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര ഗോവൻ സ്വാമിയുടെ ഈ സമാധി സ്ഥലത്താണ്. എന്തായാലും ഇപ്പോഴും ഇവിടെ ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കല്ലറ ഇന്ന് പൊളിച്ച് പരിശോധന നടത്തേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. ജില്ലാ ഭരണകൂടം നിലവിൽ പുതിയതായിട്ടൊരു ഉത്തരവൊന്നും ഇറക്കിയിട്ടില്ല. നിലവിൽ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം, അതായത് ക്രമസമാധാന നില സമാധാനപരമായി എന്ന് ഉറപ്പ് ലഭിച്ചതിന് ശേഷം മാത്രം പുതിയൊരു ഉത്തരവ് ഇറക്കാനാണ് ജില്ലാ ഭരണകൂടം ആലോചിക്കുന്നത്. കഴിഞ്ഞ ദിവസം സബ് കളക്ടർ അടക്കമുള്ളവരും അവരോടുമായി സംസാരിച്ചപ്പോഴും അവരും അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞിരുന്നു. കാരണം 2 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു. നാടകീയമായ സംഭവങ്ങളായിരുന്നു അന്ന് നടന്നത്. ഒരു മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. പക്ഷേ ഈ സമാധി പൊളിച്ച് അതിൽ പരിശോധന നടത്തണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ അത് ഒരു മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. കുടുംബത്തെ പിന്തുണയ്ക്കാനെത്തിയ ഹൈന്ദവ സംഘടനാ ഭാരവാഹികളൊക്കെ പറയുന്നത് ഇതൊരു വിശ്വാസ സംബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമാധി പൊളിച്ച് പരിശോധന നടത്തുന്നതിന് മുമ്പ് കുടുംബത്തിന് ഒരു നോട്ടീസ് നൽകണമെന്നാണ്. എന്നാൽ നിലവിൽ അങ്ങനെ ഒരു നോട്ടീസ് നൽകാനുള്ളൊരു സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം അങ്ങനെ ഒരു നോട്ടീസ് നൽകേണ്ട ആവശ്യകത നിലവിലില്ല. കാരണം ജില്ലാ ഭരണകൂടം അത്തരത്തിലൊരു നോട്ടീസ് ഒരു കല്ലറ പൊളിച്ച് പരിശോധന നടത്തുമ്പോൾ ഇറക്കാറില്ല. സാധാരണ ഒരു പ്രൊസീഡിങ്സിൻ്റെ ഒരു രേഖ മാത്രമാണ് ഇറക്കാറ്. അല്ലെങ്കിൽ ഒരു ഉത്തരവ് RDOയ്ക്ക് അല്ലെങ്കിൽ ആ പോലീസിന് കൊടുക്കാറാണ് ചെയ്യുന്നത്. സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു രേഖ വേണമെങ്കിൽ കുടുംബത്തിന് കൈമാറാമെന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ പ്രത്യേക ഒരു നോട്ടീസ് ഒന്നും കുടുംബത്തിന് ഇതുവരെയ്ക്കും കൈമാറിയിട്ടില്ല. കുടുംബം പറയുന്നത് അങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയാൽ തങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നാണ്. എന്തായാലും കുടുംബത്തിൻ്റെ കൂടി നീക്കം അനുസരിച്ചിട്ടായിരിക്കും പോലീസിൻ്റെ സമീപനം. അതായത് പോലീസ് എന്തായാലും ക്രമസമാധാന നില ഒരു സമാധാനമായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ കല്ലറ പൊളിച്ച് പരിശോധന നടത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. എന്തായാലും കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇനി തുടർ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക. എന്തായാലും പോലീസ് ഇപ്പോൾ സമാന്തരമായിട്ട് ഇപ്പോൾ ഈ സ്ഥലത്ത് കാവൽ നിൽപ്പുണ്ട്, സുരക്ഷ നിൽപ്പുണ്ട്. ഇപ്പോഴും ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ ഇപ്പോഴും എതിർപ്പുമായി രംഗത്ത് തന്നെയുണ്ട്. മാത്രമല്ല പരാതിക്കാരുടെ ആവശ്യവും ശക്തമാണ്. ഈ നടപടികൾ ഈ കോടതിയിൽ പോകുമെന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ പറയുന്നത്? കാര്യം ഇതുവരെയും കോടതിയിൽ പോകാനുള്ള തീരുമാനം ഔദ്യോഗികമായി അവർ അറിയിച്ചിട്ടില്ല. SK എന്തായാലും കോടതിയിൽ കുടുംബം ഇതുവരെയ്ക്കും പോയിട്ടില്ല. പോലീസിന് വേണമെങ്കിൽ ഏത് സമയവും കല്ലറ പൊളിച്ച് പരിശോധന നടത്താം. പോലീസ് ഇപ്പോഴും അത് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം പോലീസിന് വേണമെങ്കിൽ ഇന്നലെയോ ഇന്നോ വേണമെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാം. പക്ഷേ അങ്ങനെ കടന്നു കഴിഞ്ഞാൽ അതൊരു വലിയ രീതിയിലുള്ളൊരു കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റിലേക്ക് നീങ്ങാനുള്ളൊരു സാധ്യത മുന്നിലുണ്ട്. ആ ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് തിടക്കത്തിൽ ഈ നടപടികളൊന്നും വേണ്ട എന്ന് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കുടുംബത്തെ അനുനയിപ്പിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് അവരെ സംഘടനകളെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച ശേഷം ഈ കല്ലറ പൊളിച്ച് പരിശോധന നടത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിലവിൽ പോലീസും RDO അടക്കമുള്ളവരും ഉള്ളത്. എന്തായാലും ഈ ഒരു നിയമപ്രശ്നം, അതായത് പോലീസ് നടപടികളുമായി ദുരൂഹമായ ഒരു മരണത്തിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഇറങ്ങുന്ന പോലീസ് സംവിധാനത്തെ സാമുദായിക താല്പര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെടുത്താൻ ആളുകൾ ശ്രമിക്കരുത്. ഇതിൽ നിന്ന് കാര്യം നമ്മുടെ നിയമസംഹിതയെ പരിഹസിക്കുന്ന രീതിയിൽ സാമുദായിക സംഘടനകൾ പ്രവർത്തിക്കരുത് എന്നാണ് നമ്മുടെ പക്ഷം.